മാത്രമുള്ള മറുപടിയാണ് സാർ. സാർ, ഹൈക്കോടതി പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതെ പോലീസല്ല കൊണ്ടുപോകുന്നത്, ഗവൺമെന്റ് അല്ല കൊണ്ടുപോകുന്നത്, പ്രതിപക്ഷത്തിന് വേണ്ടി മാത്രം ആഗോള അയ്യപ്പ സംഗമം സമൂഹത്തിനകത്ത് വലിയ തോതിലുള്ള സമ്മതി ഉണ്ടാക്കിയപ്പോൾ അതിനെ അട്ടിമറിക്കാൻ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് സാർ, സ്വർണം കട്ടിട്ടുള്ളത് ആരാണ് എന്നറിയാവുന്ന ആളുകളാണ് ഈ ബാനറും പിടിച്ച് ഇവിടെ നിൽക്കുന്നത്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു സ്വർണത്തിന്റെ ഭാഗം കാണാനില്ല, പ്രതിപക്ഷം പിന്തുണച്ചു. എവിടെ നിന്ന് കിട്ടി സാർ സ്വർണത്തിന്റെ ഭാഗം? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കേരളത്തിലെ പോലീസ് പിടിച്ചെടുത്തപ്പോ അതിന്റെ ആദ്യത്തെ മഞ്ഞുമലയുടെ മുകൾ വശം പ്രത്യക്ഷമായി. ഞങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാർ. ആ അന്വേഷണം ഇപ്പൊ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സാർ? ലോകത്താദ്യമായി കോൺക്രീറ്റുള്ള സ്വർണ്ണക്കൊടി മരം ചിബല പിടിച്ചു എന്ന് കണ്ടെത്തിയ അസാധാരണ വൈഭവമുള്ള ആളുകളാണ് സാർ കോൺഗ്രസുകാർ. അപ്പൊ അതെല്ലാം സമൂഹത്തിൽ ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ആദ്യത്തെ ദിവസത്തോട് പറഞ്ഞു നിങ്ങളുടെ സമരം ഹൈക്കോടതിക്കെതിരാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് പറയാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞാൽ അതൊക്കെ ഇവന് വിലയുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരാൾ പൊതു ചുമതല വഹിക്കുന്നതിനാൽ ഹൈക്കോടതിയെ കുറിച്ചോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ചോ ഇത്രയും തരം താണ അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ ഭയപ്പെടുന്നു. ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന്റെ നരേറ്റീവ് കേരളീയ സമൂഹം തിരിച്ചറിയും. അദ്ദേഹം വളരെ സത്യസന്ധമായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ നരേറ്റീവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു, അടുത്ത നരേറ്റീവ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നരേറ്റീവ് കൃത്രിമം നിറഞ്ഞ നരേറ്റീവ് കേരളത്തിൽ ചെലവാകില്ല എന്നുള്ളത് പ്രത്യേകമായി ഈ സഭയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓർഡർ ഓർഡർ. ഈ സഭക്കകത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച MLA-മാരുടെ നടപടി ശരിയായില്ല. ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട മതി ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. യു പ്രതിഭ. യാതൊരു വിഷയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമര ആഭാസങ്ങൾക്കാണ് സാർ നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ പ്രതിപക്ഷം BJPക്ക് വേണ്ടിയാണ് സാർ ജോലി ചെയ്യുന്നത്. സാർ, കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു സാർ. ആ ബജറ്റിനെ പറ്റി ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ ഈ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ സാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാർ ഈ നാണം കെട്ട സമരം ഈ പ്രതിപക്ഷം ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന സാർ കേരളത്തിലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സാർ, ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന സാർ എന്താണ് സാർ ഈ കാണിക്കുന്നത്? സാർ കുറുക്കന്റെ തല താൽക്കാലികമായി സഭ വീണ്ടും നിർത്തിവെക്കണം. പ്ലീസ്.